ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമുക്കൊരു കോളിഫ്ലവർ കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു കോളിഫ്ലവർ എടുത്ത് അടർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടോ നോക്കണം. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി. ഇനി 2 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 3 പച്ചമുളക് കൂടി, ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറി വന്നാൽ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വാടി വന്നാൽ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം വഴന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചവണ്ണം മാറി വന്നാൽ അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൽ ഉപ്പുണ്ടോ നോക്കി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ച് കൊടുക്കാം. ഇതായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചമർത്തിക്കുക.